ഇപ്പോൾ ശോഭ എൽബുട്ട് 8 മില്യൺ ആണല്ലോ. ഈ 8 മില്യൺ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് മില്യൺസ് നമുക്ക് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതായിരുന്നു ഓരോരുത്തരുടെ ചോദ്യം. ഓക്കെ, ഇനി ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. നമ്മൾ ദുബായ് റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ 5 ലക്ഷമാണ് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. 60,000 70,000 പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഇനി നിങ്ങൾ 1 മില്യൺ 2 മില്യൺ ആണ് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? 200,000 300,000 400,000 ഉണ്ടാക്കാൻ പറ്റും. അതേ കണക്ക് നിങ്ങൾ മില്യൺസ് ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിട്ടേണും മില്യൺസിലായിരിക്കും വരുന്നത്. അതായത് ക്യാപിറ്റൽ അപ്രിസിയേഷൻ ആണ് ഞാൻ പറയുന്നത്. സോ ഇപ്പം നമ്മൾ 8 മില്യൺ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കണക്ക് തന്നെ 21 മില്യൺ 30 മില്യൺ ആ റേഞ്ചിൽ ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ദുബായിൽ 198 രാജ്യങ്ങളിലുള്ള ആൾക്കാർ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ അവർക്ക് പലർക്കും പല രീതിയിലാണ് കേറ്ററിംഗ് വരുന്നത്. ചിലർക്ക് ലക്ഷറി പ്രോപ്പർട്ടി ആയിരിക്കും വേണ്ടത്, ചിലർക്ക് സീ ഫ്രണ്ട് ഫേസിംഗ് ആയിട്ടുള്ള പ്രോപ്പർട്ടി ആയിരിക്കും വേണ്ടത്. അങ്ങനെ പല പല രീതിയിലുള്ള. സോ എങ്ങനത്തെ പ്രോപ്പർട്ടി വന്നാലും അത് വാങ്ങിക്കാൻ ആൾക്കാരുണ്ട്. വാങ്ങിക്കാൻ ആൾക്കാരുള്ളത് കൊണ്ട് അതിന് ഡിമാൻഡ് ഉണ്ട്. അതപ്പോൾ റീസെയിലായി പോവുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇവിടെ അണ്ടർ കൺസ്ട്രക്ഷൻ പ്രോപ്പർട്ടി പെട്ടെന്ന് സെല്ലായി പോകുന്നതും അണ്ടർ കൺസ്ട്രക്ഷൻ ആൾക്കാർ പൈസ ഉണ്ടാക്കുന്നത്. ഓക്കെ.